നല്ലൊരു കൈ നൽകി തന്നെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. കാരണം ഒരു ഡ്രീം കം ട്രൂ മൊമെന്റിലാണ് എത്തി നിൽക്കുന്നത്. ആൻഡ് നമ്മളെല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, തുടക്കക്കാരിലെ ഫയർ തിരിച്ചറിയുന്ന മമ്മൂക്ക മാജിക്. അപ്പൊ അത് ഒരിക്കൽ കൂടെ നമ്മളിത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പോവാണ്. 5-ാം തീയതി സിനിമ റിലീസിനോട് അടുക്കുകയാണ്. ആൻഡ് യെസ്, ലൈക്ക് ഐ സെഡ്, ഒരു ഡ്രീം കം ട്രൂ മൊമെന്റ് തന്നെയാണ് അല്ലേ. കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ഗിവിംഗ് us കളങ്കാവൽ. ഈ ഒരു മൊമെന്റിൽ എന്താണ് സാറിന് പറയാനുള്ളത്? എല്ലാവർക്കും നമ്മുടെ സിനിമ റിലീസിനോട് അടുത്ത് നിൽക്കുകയാണ്. അപ്പം ഈ ഒരു അവസരത്തിൽ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഇവിടെ പറഞ്ഞതുപോലെ തന്നെ മലയാളത്തിൽ ഒരു സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും ഒരു അൾട്ടിമേറ്റ് ഡ്രീം ആണ് മമ്മൂക്കിന് ഒരു സിനിമ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അതൊരു എനിക്ക് കുറെ കാലം ഒരു സ്വപ്നം ഉണ്ടായിരുന്നു. ഫോർച്ചുനേറ്റ്ലി അതൊരു റിയാലിറ്റി ആയിട്ട് മാറി. അതിന് സാറിനോട് ഏറ്റവും കൂടുതൽ നന്ദി. പ്രത്യേകിച്ച് ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ പിന്നെ അദ്ദേഹം ഇതുവരെ ചെയ്തു വരുന്നിട്ടുള്ള കഥാപാത്രങ്ങൾ കുറച്ച് മാറിയുള്ള ഒരു ഷെയ്ഡ് ഉള്ള ഒരു കഥാപാത്രമാണ്. അതിനെപ്പറ്റി കൂടുതൽ നമുക്ക് പറയാനായിട്ട് നിർവാഹമില്ല. എന്നാലും ഏറെക്കുറെ എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അത് തിരഞ്ഞെടുക്കാൻ കാണിച്ച മനസ്സിനും അപ്പം അത് മമ്മൂട്ടി കമ്പനി തന്നെ അത് നിർമ്മിക്കാനായിട്ട് തീരുമാനിക്കും. അതിനൊക്കെ ഉള്ള ഹൃദയം നിറഞ്ഞ നന്ദി പറയുകയാണ്. അതേപോലെ വിനായകൻ ചേർക്കും അദ്ദേഹത്തെ ഇതുപോലെ അപ്രോച്ച് ചെയ്തപ്പോൾ തന്നെ അദ്ദേഹം ഇത് ചെയ്യാനായിട്ട് തയ്യാറായി വന്നു. അദ്ദേഹം ഇത് മുന്നേ ചെയ്ത് ശീലിച്ചിട്ടുള്ള കഥാപാത്രങ്ങളിൽ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഡയമെൻഷനുള്ള കഥാപാത്രങ്ങളാണ് ചെയ്തത്. അദ്ദേഹത്തിനും നന്ദി പറയുന്നു. പിന്നെ നമ്മുടെ സിനിമയുടെ ഒരു സ്വഭാവവും ഇതിന്റെ ഒരു ജോണറും വെച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ റിവീൽ ചെയ്യുന്നതിന് പരിമിതികൾ ഉണ്ടായിരുന്നു. അപ്പൊ ആ പരിമിതിക്കുള്ളിൽ നിന്ന് പറ്റുന്ന പോലെ ചില കാര്യങ്ങൾ നമ്മൾ ഈ പറഞ്ഞ ട്രെയിലറും ടീസറിലും അതുപോലെ മറ്റു വീഡിയോ പോസ്റ്റേഴ്സിലും കൂടെ ഒക്കെ നമ്മൾ പറയാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നാണ് വിശ്വാസം. അപ്പോ നിങ്ങൾക്ക് ഒരു ഏകദേശ ധാരണ സിനിമയെ പറ്റി കിട്ടിയിട്ടുണ്ടായിരിക്കും. കളം കാവൽ എന്ന് പറഞ്ഞ ഒരു കളത്തിന് കാവൽ നിൽക്കുക എന്നുള്ളതാണ് അതിന്റെ വേർഡ് മീനിങ്. അതിനപ്പുറത്ത് ഭദ്രകാളി ദേവി ദാരികൻ എന്ന് പറഞ്ഞ അസുരനെ അന്വേഷിച്ച് പോയ ഒരു പുരാണത്തിലെ ഒരു ഇൻസിഡന്റിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ഒരു റിച്വലാണ്. അപ്പൊ അത് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഒരു സ്പിരിച്വലി ഒരു സംഭവം നമ്മുടെ വളമായിട്ട് കണക്റ്റഡ് ആണ്. അങ്ങനെയാണ് ഈ ഒരു ടൈറ്റിൽ ചൂസ് ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് ഒരു കൈൻഡ് ഓഫ് പുതിയൊരു എക്സ്പീരിയൻസ് തിയേറ്ററിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും എന്നൊരു ആത്മവിശ്വാസം ഉണ്ട്. അപ്പൊ എല്ലാവരും തുടർന്നും പിന്തുണകൾ നൽകുകയും സിനിമ പോയി കണ്ട് പറ്റുന്ന പോലെ പിന്തുണകൾ നൽകുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആബ്സല്യൂട്ട്ലി, നമ്മളെല്ലാവരും കാത്തിരിക്കാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി എന്താണ് കളങ്കാവൽ, എന്താണ് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് നമുക്ക് ലഭിക്കുമെന്ന് പറയുമ്പോൾ വാട്ട് ആർ വി ഗോയിങ് ടു എക്സ്പീരിയൻസ് ഓൺ തിയേറ്റർ, ആ ഒരു ചോദ്യം ഉള്ളിൽ കയറിയിട്ട് കുറേ അധികം നാളുകളായി. ഫൈനലി December 5th നമ്മളത് കാണാനായിട്ട് പോവാണ്. കളങ്കാവൽ ടൈറ്റിലിനെ കുറിച്ച് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ജിഷ്ണു ശ്രീകുമാറാണ് ആ ഒരു ടൈറ്റിൽ നമുക്ക് തന്നത്. സോ നൗ വേദിയിലേക്ക് എന്റെ കൂടെ കോളേജിൽ ഒരുമിച്ച് പഠിച്ചാണ് ജിഷ്ണു. നമ്മൾ ഒരുമിച്ചാണ് എഴുതിയത്. ഓൾറെഡി ജിതിൻ ചേട്ടൻ പറഞ്ഞു ഇതൊരു ഡ്രീം കം ട്രൂ മൊമെന്റ് ആണെന്ന്. അതുപോലെ തന്നെ സ്വപ്ന തുല്യമായിട്ടുള്ള ഒരു മൊമെന്റിൽ ആയിരിക്കും ജിഷ്ണു ചേട്ടനും. ഓഫ് കോഴ്സ് അദ്ദേഹത്തിന്റെയും ഒരു ഡ്രീം കം ട്രൂ മൊമെന്റ് തന്നെയാണ്. ആൻഡ് യെസ്, let's give a big round of applause, ladies and gentlemen. Two people who have put their sweat and blood to the film. Finally അതിന്റെ റിലീസിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഓഫ് കോഴ്സ് എക്സൈറ്റ്മെന്റ് ആണ്, ഹാപ്പിനെസ് ആണ്. പക്ഷെ എന്താണ് ഇപ്പോൾ പറയാനുള്ളതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഹൗ ആർ യു ഫീലിംഗ്? ശരിക്കും മമ്മൂക്കയുടെ മലയാള സിനിമയിലെ അധികാരമായ ആൾക്കാരുടെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ ടെൻഷനാണ്. സംസാരിക്കാൻ വാക്കുകൾ കിട്ടുന്നില്ല. മമ്മൂക്കയെ വെച്ച് ഒരു പടം ചെയ്യുക എന്ന് പറയുന്നത് ജീവിതത്തിലെ ഒരു സ്വപ്നമായിരുന്നു. ആ സ്വപ്നം സാധിച്ചു. അദ്ദേഹം തന്നെ അത് പ്രൊഡ്യൂസ് ചെയ്തു. മമ്മൂട്ടി കമ്പനിയുടെ കൂടെ വിനായകൻ ചേട്ടൻ അതിലൊരു നല്ല റോള് തന്നെ ചെയ്യുകയും ചെയ്തു. ഒപ്പം കളങ്കാവൽ എന്ന വാക്ക് കിട്ടുന്നതിനെ പറ്റി ജിതിൻ പറഞ്ഞു. അപ്പൊ ഇത് തെക്കൻ തിരുവിതാംകൂറിലെ ഒരു റിച്വലാണ്. അത് തിരുവനന്തപുരം സൈഡിലുള്ളവർക്ക് കൃത്യമായി അത് മനസ്സിലാവും. ആചാരവുമായി ബന്ധപ്പെട്ട് അത് ഡയറക്ട്ലി അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി നമ്മുടെ പടവുമായി ബന്ധമുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ആ ഒരു വാക്ക് ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. ഇന്ത്യയിലും December 5 പടം റിലീസാവുകയാണ്. ഒരുപാട് നാളത്തെ ഒരു ട്രാവൽ ഉണ്ടായിരുന്നു ഈ പടത്തില്. അതിന് എൻ്റെ കൂടെ നിന്ന ഒരു ഫാമിലിക്ക്, പ്രത്യേകിച്ച് എൻ്റെ വൈഫും അമ്മയും അച്ഛനും പിന്നെ സ്വപ്നം ഒരുമിച്ച് നമ്മൾ കണ്ടതാണ് ബിടെക് തൊട്ട്. അപ്പൊ അന്ന് തൊട്ട് സിനിമയാണ് നമ്മുടെ മനസ്സിൽ. അപ്പൊ അതിപ്പം സാധിച്ചിരിക്കുകയാണ്. പിന്നെ ജോഷി സാറിന്റെയും സിബി മലയിൽ സാറിന്റെ സിനിമ കണ്ടാണ് നമ്മളും വളർന്നത്. അവരുടെ ഫ്രണ്ടിൽ നമുക്ക് ഇങ്ങനെ ഒന്ന് സംസാരിക്കാൻ പറ്റുന്നത് തന്നെ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. ഒപ്പം ഈ സിനിമ സംഭവിക്കാൻ കൂടെ നിന്ന നമ്മുടെ DOP, ചീഫ് അസോസിയേറ്റ് എഡിറ്റർ മുജീബ്,
അപ്പോൾ മ്യൂസിക് ഡയറക്ടർ. അപ്പോൾ ഇവരെല്ലാവരും ഞാൻ ഓർക്കുന്നു. ഒപ്പം വണ്ടർഫുൾ ആർട്ടിസ്റ്റ് എല്ലാവരും പേരെടുത്ത് ഞാൻ പറയുന്നില്ല. എല്ലാവർക്കും എന്തായാലും ഇവിടെ എത്തിച്ചേർന്നതിന് നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. ഇനി നമ്മൾ എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും അതെല്ലാം സ്പോയിലർ ആയിരിക്കും. നമ്മൾ ഒരുപാട് പേരെ റിവീൽ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പം ഇന്ന് ഇവിടെ വെച്ചിട്ടാണ് ഇത്രയും പേര് ഒരുമിച്ച് റിവീൽ ചെയ്തിരിക്കുന്നത്. അപ്പം ഇവരൊക്കെ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്കൊന്ന് പലർക്കും ഇതിനകത്ത് അഭിനയിച്ചിരുന്ന കാര്യം പറയാൻ പോലും പരിമിതികൾ ഉണ്ടായിരുന്നു തോന്നും. ഇപ്പം ഇത്രയും പേരെ ഒരുമിച്ച് റിവീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും വന്നതിനും അതുപോലെ സിനിമയുടെ ഭാഗമായതിനും നന്ദി പറയുന്നു. ത്രില്ലർ സ്വഭാവമുള്ള സിനിമയുടെ ടീസർ ലോഞ്ചും വളരെയധികം ത്രില്ലിംഗ് ആണ്. ഒരു സർപ്രൈസ് മൊമെന്റിലൂടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് അറ്റ് ദ സെയിം ടൈം സോഷ്യൽ മീഡിയയിൽ ഒരു കോൺടെസ്റ്റും റൺ ആവുന്നുണ്ട്. ഗെസ് ദ നമ്പർ ഓഫ് ഫീമെയിൽ ഹീറോയിൻസ് ഇൻ ദ ഫിലിം. അപ്പൊ അതിനൊരു ഉത്തരം നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. എന്നെ നോക്കിയാൽ മതിയല്ലേ എത്ര പേരുണ്ടാകും എന്നുള്ളത്. എണ്ണി നോക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. കോൺടെസ്റ്റ് വിൻ ചെയ്തത് ആരായിരിക്കും എന്ന് നമുക്ക് കാത്തിരിക്കാം. സോ താങ്ക് യു സോ മച്ച്. ആസ് ഐ വാസ് സേയിങ്, ഇനി എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും അത് സ്പോയിലർ ആകും. സിനിമയ്ക്കുള്ള ഡീറ്റെയിൽസ് ആണ് നമുക്ക് അറിയേണ്ടത്. എന്താണ് കളങ്കാവൽ, എങ്ങനെയാണ് നമ്മൾ ഞെട്ടിത്തരിക്കാനായിട്ട് പോകുന്നത്. പക്ഷെ ആ ഒരു ത്രില്ല് അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് there is no other way but to stop asking you the questions. All the very best. ജിതിൻ സാറിനോട് പറഞ്ഞതുപോലെ താങ്ക് യു ആണ് പറയാനുള്ളത്. ഈ ഒരു സിനിമ നമുക്ക് സമ്മാനിച്ചതിലും ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടറിൽ നമ്മൾ മമ്മൂക്കനെ കാണാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു. ഐ ഡോണ്ട് നോ ഹൂ ഇസ് ദ വില്ലൻ ആൻഡ് ഹൂ ഇസ് ദ ഹീറോ, ബട്ട് സ്റ്റിൽ നമ്മുടെ അസംഷൻസ് വെച്ചിട്ട് അത്രത്തോളം ആന്റിസിപ്പേഷൻ ആണ് നമ്മൾ കാത്തിരിക്കുന്നത്. സോ ഓൺ ബിഹാഫ് ഓഫ് എവറി മലയാളി ഓഡിയൻസ്, താങ്ക് യു സോ മച്ച്. Once again, let's have a big round of applause, ladies and gentlemen, to celebrate these two young people. And പേസ് തന്നെയുണ്ട്. അഭിനീതി അങ്ങ് ഡബിൾ ട്രിപ്പിൾ 10 ടൈംസ് ഒക്കെ വർദ്ധിക്കാനായിട്ട് പോവാണല്ലേ? ആയിരിക്കും. അതെ. How are you feeling? ഒരുപാട് സന്തോഷം. ആദ്യം ഭയങ്കര എന്താ അറിയില്ല, ഭയങ്കര പേടി. നമുക്ക് കുറെ സന്തോഷം. ഒട്ടും പ്രതീക്ഷയല്ല. ഇങ്ങനെ മുജിബുക്ക വിളിച്ചു, വിനായക് ചേട്ടനാണ് സജസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞു, പാടി. പിന്നെ ഒരു വരാതിരിക്കാൻ നമുക്കറിയാലോ. അപ്പൊ പെട്ടെന്ന് വന്നു. അപ്പൊ അതിൻ്റെ ഒരു സന്തോഷം, ഇതിന് കാരണമായിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് നന്ദി, സന്തോഷം. മമ്മൂട്ടി കമ്പനി, മുജിബുക്ക, വിനായക് ചേട്ടൻ, എല്ലാവർക്കും, ഡയറക്ടർ ജിതിൻ ചേട്ടൻ, എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. വളരെ സിമ്പിൾ ആയിട്ടാണ് ഇതുവരെയുള്ള ജേർണി പറഞ്ഞത്. പക്ഷെ അതിന്റെ പിറകിലുള്ള ഹാർഡ് വർക്ക് എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഇനി ആ ഒരു പാട്ട് നമുക്ക് കേൾക്കാം അല്ലേ? ആളുടെ സ്റ്റൈൽ ഇതാണ്, നമുക്കറിയാം. എനിക്ക് തോന്നുന്നു നീ മലരുകൾ പാട്ടാണ് നമ്മളെല്ലാവരും ഈ ഒരു മൊമെന്റിൽ കേൾക്കാനായിട്ട് കൂടുതൽ ആഗ്രഹിക്കുന്നത്. ശ്രീരാഗനം അത് തന്നെയാണോ ആഗ്രഹം? അത് തന്നെ പാടണം എന്നാണോ? So maybe ഞാനിവിടെ അധികം നിന്ന് ബോറടിപ്പിക്കേണ്ട കാര്യമില്ല. He's just entertaining you, all of us. Ready? Yeah. So everyone, നല്ലൊരു കാര്യം to Srirag and we are going to listen to his song. Congratulations ആദ്യമേ പറയട്ടെ. എക്കോ മൂവി സക്സസ്ഫുള്ളി റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഓൾസോ യെറ്റ് അനദർ ഫിലിം, മേ ബി ഗോൾഡൻ ഫെദർ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന ഒരു പ്രോജക്റ്റിലേക്ക് തന്നെയാണ് എത്തിയിരിക്കുന്നത്. ഓൾറെഡി ഒരു പാട്ട് കേട്ട് അതിന്റെ ഒരു ഇമ്പാക്റ്റിൽ തന്നെയാണ് സ്റ്റേജിലേക്ക് എത്തിയിരിക്കുന്നത്. സോ ഐ ക്യാൻ ഇമാജിൻ യുവർ ഇമോഷൻസ് റണ്ണിങ് ഇൻ ദ മൈൻഡ്. സോ ഒരു പാട്ട് ലൈവായിട്ട് കേട്ട് ഇപ്പോൾ സ്റ്റേജിൽ വന്നപ്പോൾ എങ്ങനെയുണ്ട്? ഭയങ്കര സന്തോഷമാണ്. താങ്ക് യു. ഒരു ഡ്രീം കം ട്രൂ എന്ന് പറയാം. എൻ്റെ കരിയറിൽ ഭയങ്കര പെട്ടെന്ന് തന്നെ നമുക്കവിടെ ഒരു പടം ചെയ്യാൻ പറ്റിയതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ടീം. ഭയങ്കര ഹാപ്പിയാണ്. എൻ്റെ ടീം അവിടെ ഉണ്ട്, അവരുടെ ഒരു എഫേർട്ടും കൂടെ ഈ പടത്തിൽ ഭയങ്കരമായിട്ടുണ്ട്. ശ്രീരാഗ്, സിന്ധു ചേച്ചി, ഹരിത, വിനായക്, ഇവരുടെയൊക്കെ സപ്പോർട്ട് ഭയങ്കര അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ജിതിൻ ഫോർ ദ ഭയങ്കര ക്ഷമ, കൂടെ വർക്ക് ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. And I have a question to you that ഒരുപാട് പാട്ടുകളുണ്ട്, നമ്മളെല്ലാം ഒന്നിനൊന്ന് ഇങ്ങനെ ഈക്വലി എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് ട്രാക്ക്? If you can answer that. ട്രാക്കാണ് എൻ്റെ ഫേവറേറ്റ്. യെസ്, ഐ തിങ്ക് നമ്മൾ ഇന്നതും കേൾക്കാനായിട്ടുള്ള ഭാഗ്യം നമുക്കുണ്ട്. അതിന് കൂടെ എടുത്തു പറയേണ്ട കാര്യം, നമ്മുടെ ഇവന്റ് സ്റ്റാർട്ട് ചെയ്തൊരു ഗംഭീര എൻട്രി റെഡ് ബാക്ക് എന്ന സോങ് കേട്ടിട്ടാണ്. ആ പാട്ട് പാടിയിരിക്കുന്നത് ആരാണെന്ന് അറിയോ? Maybe I'll take the privilege to reveal that. മറ്റാരുമല്ല, നമ്മുടെ മമ്മൂക്കയുടെ മകളുടെ മകനാണ് ആ പാട്ട് പാടിയിരിക്കുന്നത്. അദിയാൻ സയീദ്.
മ്യൂസിക് ചെയ്യുന്നത് ജിതിനാണ്, Oh. ലിറിക്സും മ്യൂസിക്കും ചെയ്തേക്കുന്നത് ജിതിൻ തന്നെയാണ്. All right, that's very interesting. Okay. അപ്പോൾ വീണ്ടും ഇങ്ങനെ നമ്മൾ ത്രില്ല് അടിപ്പിക്കുന്ന എലമെന്റ്സ് ആണ് നമ്മൾ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. Yes. അപ്പോൾ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും നമ്മൾ എല്ലാവരും രോമാഞ്ചം to its zenith. Yeah. Yes. Okay. Thank you so much. So once again, ladies and gentlemen, we should give a big round of applause to congratulate the talent that we have. Maybe Mujib sir, I have a request. Sir, ഇപ്പോൾ സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു ടീമിന്റെ കാര്യം. So I am seeking your presence once again on stage because ആ ഒരു ടീമിലെ ആളുകളെ തന്നെയാണ് അടുത്തതായി നമ്മുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. You have already mentioned the name, so shall I announce with your permission? വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് ശ്രീ വിനായക് ശശികുമാർ and ഹരിത ഹരിബാബു. Surprisingly, there is a huge ground support for them as well. Yes, you can applaud, you can whistle. നല്ല കൈയ്യടി നൽകി തന്നെ അവരെ വേദിയിലേക്ക് സ്വാഗതിക്കുന്നത്. And we are eagerly waiting to listen to your words. എല്ലാവർക്കും നമസ്കാരം. നമുക്കിടെ സിനിമ ചെയ്യാന്നുള്ളത് സിനിമയിലേക്ക് വരുമ്പോൾ തന്നെയുള്ള വലിയൊരു ആഗ്രഹമാണ്. ഒരു ഭാഗ്യം കൊണ്ട് ഒരു 8 സിനിമകളിൽ ഇപ്പം നമുക്കിടെ ഭാഗമാകാൻ കഴിഞ്ഞു, മമ്മൂട്ടി കമ്പനിയുടെയും. അപ്പോൾ ഈ സിനിമയിൽ ഞങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം കുറച്ച് വ്യത്യസ്തമായിരുന്നു. നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ ഒരു 4-5 തമിഴ് പാട്ടുകൾ എഴുതുക എന്നുള്ളതായിരുന്നു ഈ സിനിമയിലെ കർത്തവ്യം. അപ്പോൾ അത് ഞങ്ങൾ തരക്കേടില്ലാതെ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഇതുവരെ ഈ സിനിമയിൽ നിന്ന് റിലീസ് ആയിരിക്കുന്ന കോണ്ടന്റിൽ ഒന്ന് നേരത്തെ നമ്മൾ കണ്ട ട്രെയിലറും പിന്നീട് പാട്ടുകളുമാണ്. പാട്ടുകളെല്ലാം റിലീസ് ആയിട്ടുണ്ട്. എല്ലാക്കായും ഒരു വീഡിയോ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുവരെയുള്ള അഭിപ്രായങ്ങളെല്ലാം വളരെ പോസിറ്റീവാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം. സിനിമ കാണാൻ വേണ്ടി ഞാനും വെയിറ്റ് ചെയ്യുന്നു. ഹരിതയ്ക്കോട് ഹരിത ഇതിനകത്ത് മന്നനെ എന്ന് പറഞ്ഞ ട്രാക്ക് ചെയ്തിരിക്കുന്ന ഹരിതയാണ്. അപ്പോൾ ഹരിത, താങ്ക് യു ഓൾ. മമ്മൂക്കാനെ നേരിട്ട് കാണുന്നത് സ്വന്തം വർക്കിലൂടെ ആയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ മുജീബ് എന്നെ വിളിച്ചിട്ട് പാട്ടിന്റെ കാര്യം പറയുമ്പോൾ ഞാൻ തമിഴ് പാട്ട് എഴുതോ ഹരിതാന്ന് ചോദിച്ചു. ഞാൻ എഴുതാം എന്തോ മുജീബിന്റെ 3ാമത്തെ വർക്കാണ് ഇപ്പൊ ഞാൻ ചെയ്യുന്നത്. അപ്പം അതില് തമിഴാണെന്ന് നമുക്ക് അറിയില്ലായിരുന്നു ചെയ്യുന്ന സമയത്ത്. ആദ്യം കളങ്കാവൽ മൂവിയിൽ ഒരു സോങ് ഉണ്ട്, തമിഴാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒക്കെ ട്രൈ ചെയ്യാമെന്നുള്ള രീതിയിലാണ്. മമ്മൂക്കയുടെ കാര്യം പിന്നെ ഞാൻ അറിയുമ്പോഴാണ് ഇത് അയ്യോ വലിയൊരു മൂവിയാണ്, ഇതിൽ എങ്ങനെ നമ്മൾ എഴുതുക അങ്ങനെയൊന്നും എനിക്കറിയില്ല. പിന്നെ എത്ര സോങ്സിന്റെ ഒന്നും അറിയില്ല. അപ്പൊ പറഞ്ഞ ഒരു തമിഴ് സോങ് ഉണ്ട്, അത് എഴുതുന്നു പറഞ്ഞു. അങ്ങനെ എഴുതിയതാണ്. അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് അറിഞ്ഞതിൽ മമ്മൂക്കയുടെ ഫോട്ടോ വെച്ചിട്ട് ആ പാട്ട് കേൾക്കുമ്പോൾ എനിക്കുണ്ടാവുന്ന സന്തോഷം ഭയങ്കര വലുതാണ്. വിനായകാണ് ബാക്കി 4 പാട്ട് 5 പാട്ട് എഴുതിക്കുന്നത്. ഞാൻ ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷെ അതിൽ മമ്മൂക്കയുടെ ഫേസ് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമുണ്ട്. വീട്ടുകാരൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ എന്തായാലും താങ്ക്സ് ടു മുജീബ് മജീദ്, താങ്ക് യു ജിതിൻ, മമ്മൂട്ടി കമ്പനി, എല്ലാവർക്കും താങ്ക് യു. ഞങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം നിങ്ങളിലൂടെ ഇത്രയും പേര് കേൾക്കുന്ന അറിഞ്ഞതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പം എല്ലാവരും 5-ാം തീയതി മൂവി ഒന്ന് കാണണമെന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. സോ താങ്ക് യു സോ മച്ച്. You thanked everyone. I think we should thank you. നമുക്ക് ആ ഒരു ഫീല് കറക്റ്റ് ആയിട്ട് കിട്ടുന്നതിൽ ലിറിക്സ് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണല്ലേ. അപ്പോൾ അത് അത്രയും ഹെവൻലി ആയിട്ട് നമുക്ക് കിട്ടുന്നെങ്കിൽ ഇറ്റ്സ് ബിക്കോസ് ഓഫ് യുവർ ടാലന്റ്. സോ on behalf of Malayali audience, thanking you as well. Thanks a lot. Yes, definitely. I think എന്നാലാണ് ഈ ഒരു മൊമെന്റ് കംപ്ലീറ്റ് ആവാന്നല്ലേ. എൻ്റെ ടീം പ്രോഗ്രാമേഴ്സ് ഇവിടെ ഉണ്ട്. ഗിച്ചു, അലൻ, ഗൗതം, നെവിൻ. A big round of applause as this is the team for the thrilling music that we are hearing from Kalangaval. It's a launch of Kalangaval. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ മലയാള സിനിമയിലെ ലെജൻഡ്സ് അവരുടെ സാന്നിധ്യത്തിലാണ് കളങ്കാവൽ സിനിമയുടെ ടീസർ നമ്മൾ ലോഞ്ച് ചെയ്യുവാനായി പോകുന്നത്. Requesting all of you to kindly step near the buzzer. ഒരു ബസർ അമർത്തിയാണ് നമ്മൾ ടീസർ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത്. ഒരുമിച്ച് ടീസറിൽ ബസറിൽ അമർത്തി ടീസർ നമുക്കായിട്ട് ലോഞ്ച് ചെയ്യാനായിട്ട് ഏറ്റവും ബഹുമാനത്തോടു കൂടി തന്നെ ജോഷി സർ, CP സർ, CR കോക്കർ, ജോയ് തോമസ് സാറിനെ സ്വാഗതം ചെയ്യുകയാണ്. Ladies and gentlemen, this is the moment. ആരുടെ ഒരുമിച്ച് ബസറിൽ അമർത്തി ടീസർ ലോഞ്ച് ചെയ്യാനായി റിക്വസ്റ്റ് ചെയ്യുന്നു. And here we go. നമസ്കാരം. ഈ കളങ്കാവൽ എന്ന് പറയുന്ന പേര് റിവീൽ ആയപ്പോൾ തൊട്ടുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. പിന്നീട് ഓരോ ഘട്ടങ്ങളിലും ഓരോന്നായിട്ട് റിവീൽ ചെയ്ത് വരുമ്പോൾ നമ്മളിങ്ങനെ ആ ക്യൂരിയോസിറ്റി ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിവിടെ വന്നപ്പോൾ ഇത്രയും ഹീറോയിൻസിൽ ഒന്നിച്ച് കാണുക, ഇവിടെ റിവീൽഡാകുന്ന ഓരോ ട്രെയിലർ ടീസറും എല്ലാം ഈ മമ്മൂട്ടി കമ്പനിയുടെ ഇതിനു മുമ്പത്തെ 6 പടങ്ങളുടെയും ആ ഒരു
വിഷ്വൽസ് കണ്ടപ്പോൾ തന്നെ എന്തൊരു എന്താണ് നമ്മളെ അമ്പരപ്പിക്കുന്ന സിനിമകൾ, കഥാപാത്രങ്ങളെല്ലാം അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 45 വർഷമായിട്ട് നമ്മളെ ഇങ്ങനെ വിസ്മരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഒരു കോമ്പിനേഷൻ വിനായകൻ കൂടി വരുമ്പോൾ അത് നമുക്കൊരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ്. അതെന്താണെന്നുള്ള ക്യൂരിയോസിറ്റി വീണ്ടും അത് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. വി ആർ ഓൾ വെയിറ്റിംഗ് ടു വാച്ച് ദിസ് മൂവി. ഇത് നമ്മളുടെ പ്രതീക്ഷകൾക്കും അപ്പുറത്തേക്ക് നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യുന്നൊരു സിനിമയായി മാറും എന്ന വിശ്വാസമുണ്ട്. ഓൾ ദ ബെസ്റ്റ് ടീം കളക്കാവിൽ. വളരെയധികം സന്തോഷം സർ ഇവിടെ എത്തിച്ചേർന്ന കളക്കാവൽ സിനിമയുടെ പ്രീ റിലീസ് ടീസർ നമുക്കായി. എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷമുള്ള ഒരു ഈവനിങ്ങാണ്. ഞാൻ പറഞ്ഞില്ലേ 45 വർഷമായിട്ട് അടുത്ത സുഹൃത്താണ് ശ്രീ മമ്മൂട്ടി. എൻ്റെ എല്ലാ കാര്യങ്ങളും പേഴ്സണലായിട്ടും കുടുംബപരമായും ഞാൻ നിങ്ങൾ സംസാരിക്കാറുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചടങ്ങ് വരുമ്പോൾ ഒരു സന്തോഷമുണ്ട്. പിന്നെ മാത്രമല്ല, എനിക്ക് കിട്ടിയ പൈസയിൽ കുറച്ച് ഞാൻ കൊടുത്തു. എല്ലാ പടങ്ങളും കണ്ടിട്ടുണ്ട്. മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച പടങ്ങളെല്ലാം ഫസ്റ്റ് ഡേയോ സെക്കൻഡ് ഡേയോ അല്ലെങ്കിൽ ഞായറാഴ്ചക്ക് മുമ്പ് കണ്ടെങ്കിൽ ഞാൻ രാവിലെ വിളിച്ച് അഭിപ്രായം പറയാം. അപ്പോൾ എന്ത് വന്നാലും ഇതൊരു നല്ല സിനിമയായിരിക്കും എന്നുള്ളതിന് എനിക്ക് ഭയങ്കര വിശ്വാസമുണ്ട്. കാരണം ഒരു പ്രാവശ്യം ഏതോ ഒരു പാട്ട് കേട്ടത്, സിനിമയുടെ പേര് ഓർമ്മയില്ല, ഞാൻ പറഞ്ഞു ഇതെന്തോന്ന് മോശമായിരിക്കുന്ന പാട്ട്, ഒട്ടും ശരിയായില്ല എന്നാണ് മറുപടി. എടാ നീ ഇപ്പോഴും 75-80 വയലാറിന്റെ മാസ്റ്റർ പാട്ട് കിടക്കട്ടെ. ഈ പുതിയ പിള്ളേര് പുതിയ തല പുതിയ ഐറ്റം തുടങ്ങുമ്പോൾ അവരോട് നിൽക്കണോടാ, അവരെ കണ്ട് പൊടിയടാ എന്ന് എന്നെ വഴക്കും. അപ്പോൾ അതോടെ ഞാൻ പരിപാടി നിർത്തി. ഇന്ന് ഈ സ്റ്റേജിൽ വന്നിട്ട് ഇതിൽ പങ്കെടുത്ത മ്യൂസിക്കിന്റെ ആൾക്കാരെല്ലാം ആ തുടിക്കുന്ന യൗവനം, ആ യൂത്തിന്റെ. അപ്പം ഞാൻ അടുത്തിരുന്ന് പറയുകയും ചെയ്തു, കണ്ടാലറിയാം എല്ലാം വലിയ തലകൾ തന്നെ ഇവരൊക്കെ. ഇവരൊക്കെ കണ്ടുപിടിച്ച് ഇറക്കിയല്ലേ പുതിയ മോഡലുകളൊക്കെ. എന്തായാലും വളരെ സന്തോഷം. ഈ സിനിമയെ കുറിച്ച് വളരെ, എനിക്ക് മാത്രമല്ല ഓൺലൈനിലൊക്കെ കാണുന്നവർക്കൊക്കെ ഭയങ്കര പ്രതീക്ഷ. അപ്പൊ ആ പ്രതീക്ഷ 100% ഉണ്ടായിരിക്കും. അല്ല, പണ്ടൊരു സംഭവം പറയും, എന്തെങ്കിലും കാണാതെ പണ്ടൊരു വെള്ളത്തിൽ ചാടില്ല എന്ന് പറയുന്നത് വേണ്ടി. ഇതിനകത്ത് എന്തോ സംഭവമാണ്, എന്തോ ഒരു ഐറ്റം ഒളിഞ്ഞിരിപ്പുണ്ട്, അത് ഇവരാരും പറയുന്നില്ല. അത് നമ്മൾ എന്തായാലും 4ാം തീയതി തിയേറ്ററിൽ പോയി കണ്ട് മനസ്സിലാക്കും. അപ്പൊ ഈ പടത്തിന് എല്ലാ വിജയങ്ങളും ആശംസിക്കുകയാണ്. ഇതൊരു അതിഗംഭീര ഹിറ്റാവട്ടെ. ഇങ്ങനെയുള്ള പ്രമേയങ്ങളും പടങ്ങളും ഒക്കെ എല്ലാവരും സ്വീകരിക്കും. അപ്പോൾ വലിയ സന്തോഷമുണ്ട്. വിനായകൻ അദ്ദേഹത്തെ ചോട്ടാ മുംബൈയിൽ നിൽക്കുന്ന അന്വേഷിച്ചത് സംസാരിക്കണോ? വേണ്ടല്ലേ? അപ്പൊ അന്ന് തൊട്ടുള്ള പരിചയമാണ്. അദ്ദേഹത്തിന്റെ പടങ്ങൾ കാണാറുണ്ട്. നല്ല ആക്ടറാണ്. എല്ലാ ആശംസകളും നേരുന്നു. താങ്ക് യു. എന്റെ ഒറ്റ സുഹൃത്താണ്. പാടല്ല, വല്ല പറഞ്ഞാൽ മതി. പ്രിയമുള്ളത്, ഞാൻ പറയാതെ വെച്ച കാര്യങ്ങളെല്ലാം മിസ്റ്റർ മണിയമ്പിളരാജ് പറഞ്ഞിരുന്നു. എന്തായാലും ഞാനും ഈ പടത്തിൻ്റെ ഒരു ഭാഗമായി നിന്നിട്ട് അതിൻ്റെ ദൈവഭാഗ്യം വേണം പറയാൻ. ഒരു നല്ല പടത്തിൽ അഭിനയിക്കുക ഇടവേളയ്ക്ക് ശേഷം കിട്ടിയ ഒരു ചാൻസാണ്. ഞാനും ഓർമ്മ കാണിച്ചിട്ടുണ്ട്. ഇത് വളരെ വിജയകരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ വാക്കുവച്ചിരിക്കുന്നു. നന്ദി, നമസ്കാരം. മലയാള സിനിമയിലെ പുതിയ തലമുറ, അത് എത്ര കണ്ട് ശരിയാണ് പറയുമെന്ന് എനിക്കറിയില്ല, എന്നാലും പുതിയ ചലച്ചിത്ര ഭാഷ അന്വേഷിക്കുന്ന ഒരു തലമുറ ഇവിടെ രൂപപ്പെട്ടു കഴിഞ്ഞിട്ട് വർഷങ്ങളായി. അവർ ദൃശ്യഭാഷയിൽ വിസ്മയങ്ങൾ തീർത്ത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നു. അതിൽ ഏറെ ചിത്രങ്ങൾ. ആ ഗണത്തിലേക്ക് ഒരു പുതിയ സിനിമ കൂടെ വരുന്നു. ഒരു പുതിയ സംവിധായകൻ, പുതിയ എഴുത്തുകാരൻ. എല്ലാവർക്കും വിജയാശംസകൾ. ഒപ്പം ഏത് ചലച്ചിത്ര ഭാഷ സ്വന്തമാക്കിയെന്ന് ഒരാൾ ധരിക്കുമ്പോഴും പണം മുടക്കാൻ ഒരു ബാനർ, ഒരു പ്രൊഡക്ഷൻ ഹൗസ് കൂടെ ഉണ്ടായാൽ മാത്രമേ യാത്ര ലക്ഷ്യം കാണുകയുള്ളൂ. അവിടെ ഈ സിനിമയുടെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നതിൽ നമുക്ക് വിശ്വാസം നൽകുന്ന ഒന്ന്, അതിന്റെ പിന്നിൽ മമ്മൂട്ടി കമ്പനിയാണ്. നമ്മൾ ഈ കണ്ട സിനിമകളിലൂടെ ഇപ്പൊ ഈ പ്രദർശിപ്പിച്ച മുൻകാല സിനിമകളിൽ ഓരോന്നിലും മലയാളി ഓരോ രീതിയിൽ അതിനെ ഹൃദയത്തോട് ചേർത്ത് സ്വീകരിച്ചതാണ്. ഇതിൽ ആ ഗണത്തിൽപ്പെടട്ടെ. ഈ കമ്പനി ഇവിടെ നിലനിൽക്കുക തന്നെ വേണം. കൂടുതൽ അർത്ഥവത്തായ സിനിമകൾക്ക് പിറവിക്ക് കാരണമായി മമ്മൂക്കയുടെ കമ്പനി ഉണ്ടാവട്ടെ. നന്ദി.
ഓൾ ദ ബെസ്റ്റ് ടീം കളങ്കാവൽ. താങ്ക് യു. ഓൾ മൈ ഗുഡ്നസ്. താങ്ക് യു. ഇത് കഴിയുന്ന അവിടെ ചിരിച്ചോണ്ടേ ഇരിക്കുന്നുണ്ട്. ആ ഒരു ചിരി സ്റ്റേജിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ആൻഡ് ഓൾസോ ഇൻവൈറ്റിംഗ് മിസ്റ്റർ മിഥുൻ മാനുവൽ തോമസ് on stage. Also wholeheartedly welcoming Khalid Rahman. So please. Okay, മൈക്ക് കിട്ടുന്നതിന് മുന്നേ സംസാരിച്ചു തുടങ്ങി. പക്ഷേ ഐ തിങ്ക് രഞ്ജിത്ത് സർ ഇവിടെ സ്റ്റേജിലേക്ക് എത്തിയാൽ ഐ തിങ്ക് ദിസ് മൊമെന്റ് വിൽ ബി കംപ്ലീറ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പരസ്പരം സംസാരിച്ച കാര്യം ഇനി മൈക്കിലൂടെ സംസാരിക്കാനായിട്ട് ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. ഇവിടെയും മൈക്ക് ആദ്യം മാർക്ക് കൊടുക്കണം പ്ലീസ്. എന്താ പറഞ്ഞതെന്നാണോ പറയണ്ടേ? അരോമ വന്നിട്ട് പെട്ട് വിളിക്കുന്നു വിചാരിച്ചല്ല. അതാ പറഞ്ഞത്. എല്ലാവർക്കും നമസ്കാരം. ഇപ്പൊ എല്ലാവരും ഇതിനെക്കുറിച്ച് കളങ്കാവൽ എന്ന സിനിമയെ കുറിച്ച് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അതൊക്കെ തന്നെയാണ് ഞങ്ങൾക്കും ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ സിനിമ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. അതിന്റെ ഓരോ പ്രൊമോസും ഇതുപോലെ വളരെ ത്രില്ലിംഗ് ആയിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ ഒന്നും അങ്ങനെ ഇപ്പോൾ രാജേട്ടൻ പറഞ്ഞ പോലെ ഒന്നും അങ്ങോട്ട് പുറത്തു പറയുന്നില്ല. അപ്പൊ അതെന്താണെന്ന് അറിയാൻ എക്സൈറ്റഡ് ആണ്. 5-ാം തീയതി തിയേറ്ററിൽ വന്ന് കാണാൻ തന്നെ എക്സൈറ്റഡ് ആണ്. ഒപ്പം മമ്മൂക്ക ഇതുപോലത്തെ ഒരു റോൾ ഏറ്റെടുത്ത് ചെയ്യാൻ തീരുമാനിച്ചതും അത് മമ്മൂട്ടി കമ്പനി എന്ന പറയുന്ന കമ്പനി അത് പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചതും ഒക്കെ തന്നെ എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷനാണ്. എല്ലാവർക്കും അതൊരു ഭയങ്കര മോട്ടിവേഷൻ തന്നെയാണ് തീർച്ചയായിട്ടും. ഒപ്പം വിനായകൻ ചേട്ടൻ അദ്ദേഹം ഒരു വ്യത്യസ്തമായിട്ടുള്ള റോൾ ഈ സിനിമയിൽ ചെയ്തു. അതിലും എക്സൈറ്റഡ് ആണ്. പിന്നെ പുതിയ ഒരു ഡയറക്ടർ കൂടി മലയാള സിനിമയ്ക്ക് വരുന്നു, ജിതിൻ, പുതിയൊരു റൈറ്റർ. ഒപ്പം മുജീബിൻ്റെ മ്യൂസിക്കും മറ്റൊരുപാട് നായികമാരും ഒരുപാട് നല്ല ക്രൂവും. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. ഒരുപാട് സന്തോഷം. കാരണം നമുക്ക് മികച്ച അഭിനേതാവാണ് അല്ലെങ്കിൽ മികച്ച ഇതാണ് എന്ന് പറയുന്നത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ മലയാളികൾ അംഗീകരിച്ച ഒരു കാര്യമാണ്. ഏറ്റവും നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് മികച്ച നിർമ്മാതാവാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. കാരണം നല്ല നല്ല സിനിമകൾ അത് തിരഞ്ഞെടുത്ത് ചെയ്യാൻ ഒരു മികച്ച നിർമ്മാതാവാണെന്ന് ആത്മാർത്ഥമായി പറയുന്നു. ഈ സിനിമയ്ക്ക് എല്ലാവിധ വിജയാശംസകളും നേരുന്നു. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഒരുപാടൊന്നും പറയുന്നില്ല. പ്രിയപ്പെട്ട മമ്മൂക്കയുടെ പടം, പ്രിയപ്പെട്ട വിനായകൻ ചേട്ടൻ്റെ പടം, ഒരു കൂട്ടം പുതിയ ചെറുപ്പക്കാരുടെ പടം, മമ്മൂട്ടി കമ്പനിയുടെ പടം, എല്ലാം കൊണ്ടും പ്രിയപ്പെട്ടതാവുന്നു കളങ്കാവൽ. അപ്പോൾ 5-ാം തീയതി ഒരു ഗംഭീര വിജയമാവട്ടെ ഈ ചിത്രം എന്ന് ആശംസിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. മമ്മൂട്ടി കമ്പനി വെറുതെ ഒരു ചിത്രം ഓക്കെ പറയില്ല. നമുക്ക് വീണ്ടും വീണ്ടും കണ്ട് അതിൽ നിന്ന് ഒരുപാട് ടേക്ക് അവേസ് ഉള്ള സിനിമകളും സ്ക്രിപ്റ്റും മാത്രമേ മമ്മൂട്ടി കമ്പനിയിലേക്ക് എടുക്കൂ എന്നുള്ളൊരു വിശ്വാസം നമ്മൾ ഇതുവരെ കണ്ട ചിത്രങ്ങളിൽ വെച്ചിട്ട് നമുക്ക് കിട്ടിയതാണ്. ഇതിലും അങ്ങനത്തെ ടേക്ക് അവേസും കൂടുതൽ കലാകാരന്മാർക്കും ഓഡിയൻസിനും ഉറപ്പായിട്ടുണ്ടാവും എന്നുള്ള വിശ്വാസമുണ്ട്. താങ്ക് യു മമ്മൂട്ടി കമ്പനി, ഈ കുടുംബത്തിലേക്ക് ഈ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചതിലും ഇതിന്റെ ഭാഗമാക്കിയതിലും. ഇതുപോലെ ഒരുപാട് ആളുകളും ഈ മമ്മൂട്ടി കമ്പനിയിലേക്ക് കുടുംബത്തിന്റെ ഭാഗമാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. ആശംസകൾ കളങ്കാവൽ ടീം. എല്ലാവർക്കും നമസ്കാരം. ഈ പടത്തില് ഒരു സീൻ ചെയ്യാനുള്ള ഭാഗ്യം കിട്ടി എനിക്ക്. യഥാർത്ഥത്തിൽ എന്താണ് കഥയെന്ന് എനിക്ക് അറിയത്തില്ല. 5-ാം തീയതി ഞാനും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ടീച്ചറും ട്രെയിലറും ഇതെല്ലാം കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞെട്ടിയിരിക്കുകയാണ്. കഥ അറിയാതെ 5-ാം തീയതി കണ്ട് ഈ പടം വൻ വിജയമാകട്ടെ എന്ന്. മാത്രമല്ല പ്രിയപ്പെട്ട കമ്പനി തന്നെയാണ് മമ്മൂട്ടി കമ്പനി. മമ്മൂക്ക, സാർ, മൺകുല സാർ, വായിരിക്കുന്ന എല്ലാവരും, സിബി സാർ, എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷ നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. പോവാനായിട്ട്
കാത്തിരിക്കുകയായിരുന്നല്ലേ, കഴിഞ്ഞല്ലേ പോട്ടെ. ഭാഷാ ശൈലി കൊണ്ട് നമ്മെ വിസ്മയിപ്പിച്ച മറ്റൊരു നടൻ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇല്ല എന്ന് നമുക്ക് ഏറ്റവും അഭിമാനത്തോടു കൂടി തന്നെ പറയാനായി സാധിക്കും. സിനിമയെ അത്രത്തോളം ഭ്രാന്തമായി സ്നേഹിക്കുന്ന, അഭിനയത്തെ അത്രത്തോളം ആഴത്തിൽ സ്നേഹിക്കുന്ന, സിനിമയിലുള്ളവർക്കും സിനിമയിലല്ലാത്ത ഏതൊരു വ്യക്തിക്കും പാഠപുസ്തകമായി കാണാവുന്ന നമ്മുടെ സ്വന്തം വല്യേട്ടൻ, നമ്മുടെ സ്വന്തം മൂത്തോൻ ഈ കാലത്ത് ഈ സമയത്ത് ഇങ്ങനെയൊക്കെ അഭിനയിക്കുന്നുണ്ടെങ്കിൽ ലോക സിനിമയിൽ തന്നെ ആ നടന് ഒരേ ഒരു പേരാണുള്ളത്, ഒരൊറ്റ പേരാണുള്ളത്. And the name is Mamuka. Ladies and gentlemen, string your lungs out as we welcome our star, the mega star, നമ്മുടെ സ്വന്തം മമ്മൂക്കയെ ഇതിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ ബഹുമാനത്തോടു കൂടി തന്നെ ആരാധനയോട് കൂടി തന്നെ സ്വാഗതം ചെയ്യുകയാണ്. The man, the phenomenon, our very own Mamuka. മമ്മൂക്കയെ സ്നേഹിക്കുന്ന, ആരാധിക്കുന്ന, മമ്മൂക്കയെ ഒരു വട്ടമെങ്കിലും നേരിട്ട് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് ആളുകളെ റിപ്രസെന്റ് ചെയ്താണ് ഞാനിപ്പോ സംസാരിക്കുന്നത്. ഒരു നാളില് മമ്മൂക്കയെ സ്റ്റേജിൽ വെൽക്കം ചെയ്യും, മമ്മൂക്കയുടെ അടുത്ത് സംസാരിക്കും എന്നുള്ളത് ഓൾറെഡി ഞാൻ എൻ്റെ മനസ്സിലൊരു 100 ആവർത്തി ജീവിച്ചു കഴിഞ്ഞ മൊമെന്റ് ആണ്. ഓരോ സെപ്റ്റംബർ 7-ാം തീയതിയും ഹാപ്പി ബർത്ത്ഡേ മമ്മൂക്ക എന്ന് എഴുതുന്നതിന്റെ കൂടെ ഞാൻ ആഗ്രഹിച്ചു വരുന്ന, വിഷ് ചെയ്ത് വരുന്ന, പോസ്റ്റ് ചെയ്ത് വരുന്ന ഒരു കാര്യമുണ്ട്. I want to hug മമ്മൂക്ക one day എന്നുള്ളത്. മറ്റൊരു ആങ്കറിന്റെ വാക്കുകൾ അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ, എന്റെ നാട്ടില് ആരും മമ്മൂക്കനെ നേരിട്ട് കണ്ടിട്ടില്ല, എന്റെ വീട്ടിൽ ആരും മമ്മൂക്കനെ നേരിട്ട് കണ്ടിട്ടില്ല, എന്റെ ചുറ്റുമുള്ളതിൽ ആരും മമ്മൂക്കനെ നേരിട്ട് കണ്ടിട്ടില്ല. അത്രത്തോളം ആരാധിക്കുന്ന ഒരു മലയാളി പ്രേക്ഷക എന്ന രീതിയിൽ മമ്മൂക്കയുടെ അടുത്ത് ഒരേ ഒരു കാര്യം മാത്രമാണ് പറയാനുള്ളത്. താങ്ക് യു സോ മച്ച് മമ്മൂക്ക ഫോർ ബീങ് in Kerala, for being in the Malayalam cinema. കേരളത്തില് ജനിച്ചതില്, മലയാളി ആയതില് ഓരോ മലയാളിയുടെയും പേരില് ഞാൻ നന്ദി അറിയിക്കുകയാണ്. താങ്ക്സ് a lot മമ്മൂക്ക. സോ മമ്മൂക്കയുടെ ഇതുവരെ നമ്മൾ കാണാത്ത പുതിയൊരു ഭാവം, ആ ഒരു പുതിയ മമ്മൂക്കയുടെ 2 കൈയും നീട്ടി സ്വീകരിക്കാനായിട്ട് മലയാളി പ്രേക്ഷകർ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. മമ്മൂക്ക മൈക്കിനാണ് നോക്കുന്നത് തോന്നുന്നു. ഇനി ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ ഈ മൈക്ക് മേടിച്ചില്ലെങ്കിലും എന്ന് ആലോചിച്ചു പോയത്. താങ്ക് യു ഫോർ ദി കൈൻഡ് വേർഡ്സ്. ഇത് മമ്മൂട്ടി കമ്പനിയുടെ 7ാമത്തെ സിനിമയാണ്. കുറെ കാലത്തിന് ശേഷം എൻ്റെ ഒരു സിനിമ ഇറങ്ങുകയാണ്. ഈ സിനിമയ്ക്ക് കുറച്ച് കാലതാമസം ഉണ്ടായിരുന്നു. കാരണം നിങ്ങൾക്ക് അറിയാം, ഇത് ഞാൻ വളരെ ആഗ്രഹിച്ച് ചെയ്യുന്ന സിനിമകളാണ്. ഞങ്ങളുടെ എല്ലാ പ്രൊഡക്ഷനും ഇനി ഒരുപാട് നല്ല സിനിമകൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ഇല്ലെന്നല്ല. ഓരോ സിനിമയും വളരെ സന്തോഷത്തോടെ പ്രേക്ഷകർ സ്വീകരിക്കുമ്പോൾ സമാധാനമുണ്ട്. നമുക്കിനിയും നല്ല സിനിമകൾ ചെയ്യാൻ സാധിക്കും. അതിന് നമ്മുടെ പ്രേക്ഷകരുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവും എന്നുള്ളൊരു ആത്മവിശ്വാസം. ഈ സിനിമയും അങ്ങനെയാണ്. ഇതൊരു പരീക്ഷണ സിനിമ എന്നല്ല ഞാൻ പറയുന്നത്. പരീക്ഷണങ്ങൾ സിനിമയെല്ലാം പരീക്ഷണങ്ങൾ തന്നെയാണ്. പരീക്ഷണങ്ങളില്ലാത്തൊരു സിനിമ ഇറങ്ങുന്നില്ല. 10 കോടിയുടെ ആയാലും ശരി, 100 കോടിയുടെ ആയാലും ശരി, എല്ലാം പരീക്ഷണങ്ങളാണ്. അത് വിജയിക്കുന്നത് വരെ അത് പരീക്ഷണമാണ്. വിജയത്തിന് ശേഷമേ അതൊരു വിജയമാകുന്നുള്ളൂ. ഈ സിനിമയും അങ്ങനെയാണ്. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമയല്ല പരീക്ഷണം. എൻ്റെ കഥാപാത്രമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പരീക്ഷണം. ഈ സിനിമയിൽ ഞാൻ ചെയ്ത കഥാപാത്രത്തെ ഒരുപക്ഷെ നിങ്ങൾക്ക് സ്നേഹിക്കാനോ ഇഷ്ടപ്പെടാനോ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ കഥാപാത്രം നിങ്ങൾക്ക് സിനിമ കണ്ട് പോകുമ്പോൾ തിയേറ്ററിൽ ഉപേക്ഷിച്ചിട്ട് പോകാൻ പറ്റില്ല. ഈ സിനിമയിൽ എനിക്ക് ആദ്യം ഓഫർ ചെയ്ത റോള് പോലീസ് ഉദ്യോഗസ്ഥൻ്റെയാണ്. അതെന്നേക്കാൾ കുറച്ചുകൂടെ നന്നായി ചെയ്യാൻ വിനായകനാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹത്തെ സമീപിച്ചപ്പോൾ പുതുക്കാരൻ എന്നെ വിശ്വാസമായിരുന്നു. ശരിക്കും ഞാൻ തന്നെയാണോ, നിങ്ങൾ വിനായകനാണോ ഉദ്ദേശിച്ചത്? അല്ലാതെ ഈ സിനിമയിലെ നായകൻ വിനായകനാണ്. നമ്മൾ അങ്ങനെ തന്നെയാണ് പോസ്റ്ററിൽ ഇട്ടിരിക്കുന്നത്. ഈ പോസ്റ്റർ കണ്ടില്ല. വിനായകനാണ് നമ്മുടെ സിനിമയിലെ നായകൻ. ഞാൻ
നായകനാണ്, പക്ഷെ പ്രതിനായകൻ. ഇത്രയും കാലം എൻ്റെ എല്ലാ സിനിമാ കസർത്തുകളും സ്വീകരിച്ച ഈ പ്രേക്ഷകരെ വിശ്വസിച്ച് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു കഥാപാത്രം ഏറ്റെടുക്കാൻ ധൈര്യപ്പെട്ടത്. എൻ്റെ ആത്മവിശ്വാസത്തിന് നിങ്ങൾ കൂട്ടുനിൽക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം കഴിഞ്ഞ 45 വർഷമായി നിങ്ങളെ വിശ്വസിച്ച് മാത്രമാണ്, അല്ലെങ്കിൽ നിങ്ങളെ രസിപ്പിച്ചുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ നിലനിൽക്കുന്നത്. ഇനി അങ്ങോട്ട് അതിനുള്ള അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ സദസ്സിൽ ഒത്തിരി സുഹൃത്തുക്കളുണ്ട് എൻ്റെ ഞാൻ സിനിമ തുടങ്ങിയ കാലത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന നിർമ്മാതാക്കളും സംവിധായകരും ഒക്കെ. ജോഷിയും ജോബിലി ജോയും ഒക്കെ ഇതിനകത്തൊരു വലിയ, ഇന്നത്തെ ഈ ദിവസത്തിൽ എനിക്ക് വളരെ സന്തോഷകരമായിരുന്ന അവരുടെ സാന്നിധ്യം. കുഞ്ചൻ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. രാജു, സിബി, സിയാദ്, ഇങ്ങനെ എല്ലാവരും, അമൽ നീരദും അൻവർ റഷീദും രഞ്ജിത്ത് പോയോ ഒക്കെ എൻ്റെ കൺവെട്ടത്ത് വന്നവർ. ഞാൻ കണ്ടുപിടിച്ചതല്ല, അവരെൻ്റെ മുമ്പിൽ വന്നതാണ്. ഞാൻ കണ്ടുപിടിച്ചെന്ന് പറയാൻ മാത്രം ഞാൻ വല്ല കൊളംബസ് ഒന്നുമല്ലേ അവരെ കണ്ടുപിടിക്കുക, ഇവരിവിടെ തന്നെ ഉണ്ടായിരുന്നവർ. അങ്ങനെ ഒത്തിരി ആളുകൾ സിനിമയിൽ എൻ്റെ ഒരുപാട് എനിക്ക് ബന്ധപ്പെടാൻ, ചുരുങ്ങിയ സമയത്ത് ബന്ധപ്പെടാൻ സാധിച്ച എല്ലാ സുഹൃത്തുക്കളും എത്തിച്ചേർന്നിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ സിനിമയിൽ എൻ്റെ കൂടെ ഇതിനകത്ത് പുരുഷ കഥാപാത്രങ്ങൾ കുറവാണ്. ഞാനും വിനായകനും ചേർത്താൽ ജീവൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഉള്ളത് കുഞ്ഞു റോളിൽ, പിന്നെ വേറെ ചെറിയ ചെറിയ റോളിൽ ആൾക്കാരുണ്ട്. കണ്ടാൽ അറിയുന്ന മുഖം അസീസിൻ്റെ മാത്രമാണ്. കുഞ്ചനുണ്ട്. അങ്ങനെ വളരെ ചുരുങ്ങിയ പുരുഷ കഥാപാത്രങ്ങളും ബാക്കി മുഴുവൻ സ്ത്രീ കഥാപാത്രങ്ങൾ. ഇത്രയും സ്ത്രീകൾ ഒരുമിച്ച് അഭിനയിച്ചൊരു സിനിമ ഉണ്ടാവില്ല എന്നല്ല, സ്ത്രീ കഥാപാത്രങ്ങൾക്ക് പ്രാധാന്യമില്ലെന്ന് പറഞ്ഞവരെ നമ്മൾ സ്ത്രീകൾ മാത്രമുള്ള സിനിമ എടുക്കുക. പക്ഷെ അവരെല്ലാവരും ഈ സിനിമയോട് സഹകരിച്ചു. നമുക്ക് ഇവരെക്കൊണ്ട് വിളിക്കണം. യെസ്, അതിന് മുന്നേ നമുക്ക് മെയിൽ ആക്ടേഴ്സ് 2 പേരുള്ളൂ എന്ന് പറഞ്ഞു. അതിനുശേഷം വിളിച്ചാലോ നമുക്ക്? മെയിൽ ആക്ടേഴ്സ് 2 പേരാണ് ഉള്ളൂ എന്ന് നമുക്ക് പറഞ്ഞു. അസീസിൽ കൂടെ വരേണ്ടതാണ് ശരിക്കും. ഇവിടെ പോരട്ടെ. ഇവിടെ പാൻറ്റൊക്കെ സ്റ്റേജിൽ വന്നോ എന്ത് പറയണമെന്നൊരു ധാരണയിലാണ്. എനിക്ക് തോന്നുന്നു ജിമിറ്റന്റെ എല്ലാ ക്യാരക്ടേഴ്സും ഓരോ സിനിമയിലും നമ്മൾ അത്രത്തോളം നോട്ട് ചെയ്യുന്നതാണ്. സിനിമ കഴിയുമ്പോൾ നമ്മൾ എടുത്തു പറയുന്ന പെർഫോമൻസ് തന്നെയാണ്. അപ്പോൾ കണങ്കാവലിന്റെ പെർഫോമൻസ് നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ്. ഇപ്പോൾ പറയാൻ എന്തെങ്കിലും മനസ്സിൽ വന്നോ? കർണൂൽ സ്ക്വാഡ് എന്ന് പറയുന്ന സിനിമയിലെ ഒരു സീൻ സാറിനോടൊപ്പം ചെയ്തിരുന്നു. അപ്പൊ ഞാൻ സത്യത്തിൽ അന്ന് സാറിന്റെ ചുറ്റും അസീസിക്ക, റോണി, ശബരീഷ് ഇവരൊക്കെ ഇരുന്ന് ഫുൾ ഒരു വേഷമൊക്കെ ചെയ്യണം. സത്യത്തിൽ അന്ന് ഭയങ്കരമായിട്ട് ഞാൻ കൊതിച്ചത്, ഭയങ്കര ഒരു ഇതായിരുന്നു. എനിക്ക് എന്തെങ്കിലും ഒരു ദിവസം സാറിനോട് എന്താ ഒരു സിനിമയിൽ നിറഞ്ഞു നിൽക്കാൻ പറ്റുന്ന ഒരു വേഷം ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. എന്റെ കൂടെ നിറഞ്ഞു നിന്ന വിനായകന്റെ കൂടെ എന്തായാലും ഇപ്പൊ സംഭവിച്ചു. നൈസീറെ കണ്ടോ ആരെങ്കിലും? പൊളിച്ചിട്ടില്ലേ? ഇതിൽ കൂടെ എന്ത് വേണം? പൊളിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഈ ചില ഫലങ്ങൾ, പഴങ്ങളൊക്കെ നമ്മൾ നടന്നുമ്പോൾ നമ്മുടെ മുമ്പിൽ വന്ന് വീഴുന്നതാണ്. അതുപോലെ ഒരാളെയാണ് ഞാനൊരു പരസ്യചിത്രത്തിൽ അയാളെ കണ്ടു. ഫോൺ പേ ദുൽഖറും സമന്തിയും ചേർന്നിട്ടൊരു ഫോൺ പേയുടെ ഒരു ആഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ആദ്യമായിട്ട് നമ്മുടെ ഹനീഫ് അദേജി എന്ന് പറയുന്ന ഡയറക്ടർ ഉണ്ട്, അദ്ദേഹമാണ് പറഞ്ഞത് സാറിന് അയച്ചു കൊടുത്തു എന്ന് ചോദിച്ചു. ഇല്ല,
ഞാൻ നമ്പർ തരാൻ അയച്ചു കൊടുക്കുന്നു പറഞ്ഞു. ഞാൻ ആദ്യമായിട്ട് അയച്ചു. അപ്പൊ എനിക്ക് അങ്ങനെ പരിചയപ്പെടുത്തി ഒരു വലിയ എസ് ഒക്കെ എഴുതിയിട്ടാണ് സത്യത്തിന് അയച്ചത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സംഭവിച്ചു. അപ്പൊ അതിനുശേഷം ഇടയ്ക്കിടയ്ക്ക് സാർ ഹാപ്പി ബർത്ത്ഡേ ഇങ്ങനെ അങ്ങനെ അവസാനം അങ്ങനെ സംഭവിച്ചു. പിന്നെ അസീസിനെ പറ്റിയൊന്നും പറയാനില്ല. അസീസ് ഇപ്പോൾ വലിയ തിരക്കുള്ള നടനാണ്. പക്ഷെ ഇവിടെ ഈ അദ്ദേഹത്തിൻ്റെ എല്ലാ തിരക്കുകളും ഒഴിവാക്കി ഇവിടെ വന്ന് ഞങ്ങളുടെ ഈ പരിപാടിയിൽ സഹകരിച്ചിട്ടുള്ളത്. അഭിനയിച്ചിട്ടുണ്ട്, എന്നാലും എല്ലാവരും അഭിനയിച്ചിട്ട് വന്നിട്ടുണ്ട്. പോയോ? മോനെ കുടിച്ചിരിക്കുന്നു. വലിയ നടന്മാരൊക്കെ ഇവിടെ എത്തുമ്പോ നീ വലിയ നടനാ, നീ അവിടെ പോയി കുടിച്ചിരിക്കുന്ന. നീ എന്താ വേണ്ടത്? നമുക്ക് ഒരു ചോദ്യം ചോദിക്കാനാണ്. അതിന്റെ ഉത്തരം ഓൾറെഡി നമുക്ക് തന്നു. ഈ ട്രെയിലർ ടീസർ നമ്മളിപ്പോ കണ്ടപ്പോ അതിലെ വിനായകൻ എന്ന പേര് എഴുതി കാണിക്കുമ്പോ 2 കളറിലാണ് വന്നത്. വി നായകൻ ടീസറിൽ നമ്മൾ കണ്ടു. അത് മമ്മൂക്കയുടെ ഐഡിയ ആയിരുന്നു എന്ന് നമ്മൾ കേട്ടു. അപ്പൊ മമ്മൂക്ക തന്നെ ഓൾറെഡി അതിനുള്ള ഉത്തരം നമുക്ക് തന്നു. പക്ഷെ കൂടുതൽ അറിയാനുള്ള ആകാംക്ഷ കൊണ്ട് ചോദിക്കുന്നു മമ്മൂക്ക, ആ കളർ ഡിഫറൻസ് നേരത്തെ പറഞ്ഞതുപോലെ നായകൻ പ്രതിനായകൻ അത് തന്നെയാണോ ഉദ്ദേശിച്ചത്? കളർ ഡിഫറൻസ് വി നായകൻ വെച്ചാൽ നായകൻ എന്ന് മാത്രമാണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. അപ്പൊ വിനായകനാണ് നായകൻ, അപ്പോഴാണ് ഈ എടുത്തിടുന്നത്. അങ്ങനെയാണ് നായകൻ. കിട്ടുന്ന ചാൻസിലൊക്കെ എന്നെ പറ്റുള്ളൂ. എന്റെ പേര് വെക്കുമ്പോ അങ്ങനെ എഴുതാൻ പറ്റില്ല. മൂട്ടി അങ്ങനെ പറ്റില്ല. അപ്പൊ അതാണ് അങ്ങനെ വിനായകൻ ആയതുകൊണ്ട് മാത്രമാണ് നടക്കുന്നത്. ഞാൻ ഈ പെണ്ണുങ്ങളെ വിളിക്കാതിരുന്നിട്ട് അവരിങ്ങനെ അക്ഷമരായിരിക്കുന്ന ഒരു സംശയമാണ്. വേറെന്തെങ്കിലും ഉണ്ടോന്ന് ചോദിക്കട്ടെ. ഓഫ്കോഴ്സ് നമ്മളെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാട്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല മമ്മൂക്ക. ഇപ്പൊ നമ്മള് ബി നായകൻ എന്ന് പറഞ്ഞതുപോലെ 30 വർഷത്തോളം സിനിമയിൽ സജീവമായി നിൽക്കുന്ന ഓരോ കഥാപാത്രത്തിലും അദ്ദേഹത്തിൻ്റെതായ തനത് ശൈലിയിൽ എക്സെട്രിക് ആയി അവതരിപ്പിച്ച് നമ്മളെ കൈയടുപ്പിക്കുന്ന അഭിനേതാവ് തന്നെയാണ്. മമ്മൂക്കയുടെ പെർമിഷനോട് കൂടി അല്ല, നായകനെ ലാസ്റ്റ് വിളിക്കുന്നു. ശരി, അവർ സമ്മതിക്കുന്നില്ല. മികച്ച കൈയ്യടി നൽകുന്നതിന് നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. Ladies and gentlemen, the one performer who we always get mesmerized about, Vinayakan on the floor. ഒരു മൈക്ക് കൊടുത്തതായി സംസാരിക്കാൻ അറിയില്ല, അറിയാലോ. ലൈഫിൽ നടക്കുന്ന ചില സംസാരിക്കാൻ അറിയാമെങ്കിലും നന്നായിട്ട് അഭിനയിക്കാൻ അറിയാം. ഇനി ഉണ്ടാവില്ല ഇങ്ങനെ ഒരു സിറ്റുവേഷൻ. ആർക്കും ഉണ്ടാവില്ലെന്ന് എനിക്ക് തോന്നണം. അത്ര ഭാഗ്യമുള്ളവരായി വിനായകൻ. സന്തോഷം. രണ്ട് വാക്കിലെല്ലാം ഒതുക്കിയല്ലേ? ബാക്കി ഞാൻ പറയാം. ഈ ക്ലാസ്സിൽ കുസൃതി കാണിക്കുന്ന ഒത്തിരി കുട്ടികളുണ്ടാവും. പക്ഷേ കുസൃതി കാണിക്കുന്നവരോട് നമുക്കൊരു വാത്സല്യം തോന്നും. അങ്ങനത്തെ ഒരു കുസൃതിക്കാരനാണ് വിനായകൻ. വിനായകൻ ഒരുപാട് കുസൃതികൾ കാണിക്കുമെങ്കിലും ഒരു വാത്സല്യം നമുക്ക് എല്ലാവർക്കും ഇയാളുടെ സിനിമ കാണുമ്പോൾ തോന്നിപ്പോൾ ഇത് നമ്മളല്ലാതെ കാണുന്ന വിനായകനാണോ എന്ന് തോന്നി. പക്ഷെ അല്ലാത്ത കാണുന്ന വിനായകൻ ഇതിനേക്കാളും നല്ലതാണ് ശരിക്കും കാണാൻ അല്ലേ? എന്താ നായകൻ വന്നു, ഇനി ആരാണ് ബാക്കിയുള്ളത്? നായിക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, നായികമാർ. നമുക്ക് shall we proceed to welcome? Okay, so തുടക്കത്തില് അത്രത്തോളം ത്രില്ലിംഗ് എൻട്രി നമുക്ക് തന്ന I don't know the count 21, 22, 23, 24 എല്ലാവരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ ഒരു നിമിഷം വരെയും നമ്മുടെ ഫ്രണ്ട് റോല് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സ്റ്റേജിൽ കയറിയപ്പോൾ മുതൽ നിർത്താതെ പണികെട്ടിക്കൊണ്ടിരിക്കുകയാണ്. conveying my sincere apologies. എല്ലാവരുടെയും പേര് അത്രത്തോളം ഫെമിലിയർ അല്ലാത്തത് കൊണ്ടാണ് റിസ്ക് ഞാൻ എടുക്കുന്നില്ല. പക്ഷേ ഇനി നമ്മളെന്തായാലും സ്ക്രീൻ നമ്മുടെ ഡയറക്ടർ ജിതിൻ ഔട്ട് ചെയ്യുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഒരു കോൺടെസ്റ്റ് റൺ ചെയ്യുന്നുണ്ട് to guess the number of heroines in Kalakaval. സോ എല്ലാവരും സ്റ്റേജിലേക്ക്. ഇത് ഞാൻ ഈ മൈക്ക് ഇവരുടെ കൊടുക്കാം. അവർ നിന്ന പേര് നിങ്ങളെ സ്വയം പരിചയപ്പെടുത്തും.
താങ്ക് യു സോ മച്ച്. ഇവിടെ നിൽക്കാൻ പാടില്ലായിരുന്നു. താങ്ക് യു സോ മച്ച്. മൈ നെയിം ഇസ് അബി സുഹാന. നമസ്കാരം, എൻ്റെ പേര് നിസ. എൻ്റെ ഫ്രട്ടേണിറ്റി എന്ന് പറയുന്നത് ബാക്കിലിരിക്കുന്നവരാണ്. ഞാനൊരു ജേർണലിസ്റ്റ് ആയിരുന്നു, മുൻ മാപ്രയായിരുന്നു, കുറച്ച് സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് കണ്ണൂർ സ്ക്വാഡിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അഭിനയിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. ഞാനും എല്ലാവരെയും പോയി ഇപ്പോൾ ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. எல்லாருக்கும் வணக்கம். மம்முட்டி சார், ரொம்ப சந்தோஷம். நான் தமிழ்நாட்டோட சார்பா வந்திருக்கேன். ஏன்னா இங்க ரிலீஸ் பண்ண சாங்ஸ் எல்லாமே தமிழ் சாங்ஸா இருக்கும் போது எனக்கு இன்னுமே ரொம்ப சந்தோஷமா இருந்தது. நான் சென்னை பொண்ணு. என்னோட பேர் திரிவேதா. நான் சென்னையில ஆர்ஜேவா இருக்கேன், படங்கள் பண்ணியிருக்கேன். ஆனா மம்முட்டி சாரோட நடிக்கிறது எனக்கு ரொம்ப சந்தோஷமான விஷயம். மலையாள சூப்பர் ஸ்டாரோட நடிச்சிருக்கோம் அப்படின்றதுல இதுல ஒரு சின்ன ரோலா இருந்தாலும் நான் ரொம்ப சந்தோஷமா அவங்க கூட ஸ்கிரீன் பிரசன்ஸ்ல அவங்க கூட இருந்திருக்கேன் அப்படின்றதுல ரொம்ப சந்தோஷம். தேங்க்யூ சார். നമസ്കാരം, എൻ്റെ പേര് സ്മിത. ഞാൻ മമ്മൂക്കയുടെ കൂടെ ഒരു 4ാമത്തെ മൂവിയാണ്. എന്താ പറയുക, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം നിറഞ്ഞൊരു നിമിഷമാണിത്. മമ്മൂക്ക കമ്പനി. താങ്ക്സ് മമ്മൂക്ക. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഗായത്രി അരുൺ. മമ്മൂക്കയുടെ കൂടെ 1 എന്ന മൂവിയിൽ ഒരു 5 വർഷം മുമ്പ് അതിനുശേഷം ഞാൻ കൊടുത്ത എല്ലാ ഇൻ്റർവ്യൂവിലും എന്നോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എങ്ങനെയുണ്ടായിരുന്നു മമ്മൂക്കയുമായിട്ടുള്ള എക്സ്പീരിയൻസ്. എനിക്ക് ആ സിനിമയിൽ ആകെ ഒരു സീൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇതിൽ കുറച്ച് കൂടുതൽ സീനുകൾ അദ്ദേഹത്തിനോടൊപ്പം ചെയ്യാൻ സാധിച്ചു. അപ്പോൾ ഇനിയുള്ള ഇൻ്റർവ്യൂവിൽ പറയാൻ കുറച്ചുകൂടെ വിശേഷങ്ങളുണ്ടാവും. താങ്ക് യു ജിതിൻ, ജിഷ്ണു ആൻഡ് മമ്മൂട്ടി കമ്പനി ഈ ഒരു മൂവിയിലേക്ക് ക്ഷണിച്ചതിന് താങ്ക് യു സോ മച്ച്. നമസ്കാരം, എൻ്റെ പേര് അനുപമ. ആദ്യമായിട്ട് നന്ദിയാണ് പറയാനുള്ളത്. ജിതിൻ ചേട്ടൻ, ജിഷ്ണു ചേട്ടൻ, മമ്മൂക്ക, എല്ലാവരോടും ഒരുപാട് നന്ദിയാണ്. ഞാൻ മമ്മൂക്കയുടെ കൂടെ ഇത് 2ാമത്തെ മൂവിയാണ് ചെയ്യുന്നത്. ഡൊമിനിക്കില് മമ്മൂക്കയുടെ നായികയുടെ ഫ്രണ്ടായിട്ടായിരുന്നു ഫസ്റ്റ് റോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കളങ്കാവൽ എത്തിയപ്പോഴേക്കും ചെറുതായിട്ട് റോളൊന്ന് മാറി. അടുത്ത മൂവിയിൽ ചെറുതായിട്ട് ഭാര്യയായിട്ടോ അനിയത്തിയായിട്ടോ ഒക്കെ ചെയ്യണമെന്നാണ് ആഗ്രഹം. താങ്ക് യു സോ മച്ച്. കളങ്കാവലിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. എല്ലാവരും പോയി കാണാം. താങ്ക് യു സോ മച്ച്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രുതി. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു ജിതിൻ, ജിഷ്ണു, മമ്മൂക്ക, മമ്മൂട്ടി കമ്പനി ഈ ഒരു സിനിമയിൽ ഫോർ ഗിവിംഗ് മി എ റോൾ. ഇറ്റ് ഈസ് വെരി വെരി എക്സൈറ്റിംഗ്. ഇത് എൻ്റെ ആദ്യത്തെ സിനിമയാണ് മമ്മൂക്കയുടെ കൂടെ. സോ എക്സ്ട്രീംലി ഗ്രേറ്റ്ഫുൾ. ഈ സിനിമ കാണാൻ ഞാനും വളരെയധികം എക്സൈറ്റഡ് ആണ്. ബിക്കോസ് ഞങ്ങൾക്ക് പോലും അറിയില്ല എന്താണ് ഈ ഫുൾ കഥ. സോ വെരി എക്സൈറ്റഡ് ആൻഡ് താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സിന്ധു വർമ്മ. വളരെ സന്തോഷത്തിലാണ് ഞാൻ. എനിക്ക് ബാലതാരമായിട്ട് ഞാൻ ഒരുപാട് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. അതിൽ മമ്മൂക്കയോടൊപ്പം അർത്ഥം എന്ന മൂവിയിൽ മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി. അന്ന് ഞാൻ പറയുമായിരുന്നു, വലുതാകുമ്പോൾ മമ്മൂക്കയുടെ നായിക ആവണം എന്ന് ആഗ്രഹമുണ്ടെന്ന്. ഞാനിപ്പോൾ ഇവിടെ ഇരുന്നപ്പോൾ ഞാനതിങ്ങനെ ആലോചിക്കുകയായിരുന്നു. എന്തായാലും അത് മാനിഫെസ്റ്റായി. ഇത്രയും നായികമാരിൽ ഒരു നായികയാവാൻ സാധിച്ചു. എൻ്റെ അമ്മായിയച്ഛനെ ഈ സമയത്ത് ഞാൻ സ്മരിക്കുകയാണ്. വേറൊന്നുമല്ല, അദ്ദേഹം ജഗന്നാഥ വർമ്മ, ആക്ടർ ജഗന്നാഥ വർമ്മ. അദ്ദേഹം എപ്പോഴും മമ്മൂക്കയുടെ എല്ലാ പടത്തിലും, ജോഷിയങ്ങളുടെ പടത്തിൽ അച്ഛനില്ലാത്ത പടങ്ങൾ ചുരുക്കമാണെന്ന് തോന്നുന്നു. അപ്പോൾ പറയാറുണ്ട്, മമ്മൂക്ക എന്ന ആ ഒരു മനുഷ്യനെ നടന നല്ല ഉപരി ഇങ്ങേറ്റം ചായ കൊണ്ടുവരുന്ന ആൾ മുതൽ ഫുൾ ക്രൂവിനോട് എങ്ങനെ പെരുമാറണം, നമ്മളത് കണ്ടുപഠിക്കണം. ഇതെല്ലാം ഫാമിലിയിൽ എപ്പോഴും അച്ഛൻ പറയുന്ന കാര്യങ്ങളായിരുന്നു. എന്തായാലും മമ്മൂക്കയോട് ഇത് എൻ്റെ 6ാമത്തെ ഫിലിമാണ്. ഒരുപാട് ഒരുപാട് സന്തോഷമാണ്. ടീം എന്നെ ഇതിന് വിളിച്ച എല്ലാവർക്കും ഞാനൊരു ബിഗ് താങ്ക്സ് പറയുന്നു. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഇതൊരു വലിയൊരു വിജയമായി തീരട്ടെ. താങ്ക് യു. നമസ്കാരം, ഞാൻ വൈഷ്ണവി സായ്കുമാർ. എന്നെ ഇവിടെ ഒരുപാട് പേര് ഫിലിംസിന്റെ എണ്ണം പറയുന്നുണ്ട്. എൻ്റെ ഫസ്റ്റ് മൂവിയാണ് അത്. മമ്മൂട്ടി സാറിൻ്റെ കൂടെ തന്നെ ചെയ്യാൻ സാധിച്ചാൽ ഒരുപാട് സന്തോഷം. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ മാളവിക. ഒരുപാട് സന്തോഷമുണ്ട്. ആസ് എ ഡൈ ഹാർട്ട് ഫാൻ ഓഫ് മമ്മൂക്ക ഒരു തവണ കൂടെ നിർത്തരുത്, പക്ഷെ ഇതിൽ ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച് ജിതിൻ ചേട്ടാ ആൻഡ് മമ്മൂട്ടി കമ്പനി. ഇതെൻ്റെ 2nd മൂവിയാണ്.
ഒരുപാട് സന്തോഷം ചെയ്യാൻ പറ്റില്ല. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മോഹനപ്രിയ. ഐ എം ഫ്രം ചെന്നൈ. This is my second movie in Malayalam. I've done a very small role in Manjumal Boys before. Though all of us have done a very small portion in this, I think it's very special for all of us. My heartfelt thanks to Jishnu, Jitin and Ashik. Thank you, Mammootty sir. Looking forward. அனைவருக்கும் வணக்கம். நான் சிதி ஃபாத்திமா. இது என்னோட மம்முக்கா கம்பெனியில் செகண்ட் ஃபில்ம். ஃபர்ஸ்ட் ஃபில்மும் குட்டி ரோலாக இருந்தாலும் ஐம் ஹாப்பி டு ஒர்க் வித் மம்முக்கா. அண்ட் செகண்ட் ஃபில்மும் அவங்க கூட நான் பண்ணதில் ரொம்ப சந்தோஷமாக இருக்கேன். அண்ட் தேங்க்யூ சப்போர்ட்டர்ஸ். எனக்கு இந்த ரோல் கொடுத்ததுக்கு ஜிதின் அண்ட் ஏடி ஆஷிக் எல்லாருக்குமே ரொம்ப நன்றி. വണക്കം. നമസ്കാരം. എൻ്റെ പേര് സീമ. ആദ്യമേ തന്നെ ഭയങ്കര സന്തോഷം, പിന്നെ ഒരുപാട് പേരോട് നന്ദി ഈ സിനിമയുടെ ഭാഗമാക്കിയതിന്. അപ്പോൾ എൻ്റെ മൂക്കിൻ്റെ ഇവിടെ ഒരു കറുത്ത ഉണ്ണിയുണ്ട്. ഇപ്പോൾ പണ്ട് എല്ലാവരും പറയും ഇത് സർജറി ചെയ്ത് കളയണം. ഞാൻ പറയും ഇല്ല, എനിക്കും മമ്മൂക്കയ്ക്കും മാത്രമേ ആ സാധനമുള്ളൂ. അന്നൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല അദ്ദേഹത്തിനെ കാണാൻ പറ്റുമെന്ന്. പക്ഷെ കണ്ടു, അഭിനയിച്ചു. ഒരുപാട് സന്തോഷം. താങ്ക് യു. നിങ്ങളെപ്പോലെ ഞങ്ങളുടെ മീറ്റിംഗ് ആണ് December 5th. കാരണം ഞങ്ങൾക്കും വലിയ പിടിയൊന്നും ഇല്ല. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് കബനി. ഞാൻ മമ്മൂക്കയുടെ കൂടെ രണ്ടാമത്തെ സിനിമയാണ്. നിസാം ബഷീർ സാറിൻ്റെ റോഷാക്ക് എന്ന മൂവിയിലാണ് ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. രണ്ടാമതും ഈ ഒരു സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. അതിലും അപ്പുറത്ത് വിനായകൻ ചേട്ടൻ്റെ കൂടെ അഭിനയിക്കാൻ കഴിയുന്നതിലുള്ള സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. നമ്മുടെ സിനിമ വലിയൊരു വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. എൻ്റെ പേര് ദിയ. സാറിൻ്റെ കൂടെ സീനാണ്. നമസ്കാരം. എൻ്റെ പേര് അമൃത. മമ്മൂട്ടി കമ്പനിയുടെ കൂടെ ഇത് മൂന്നാമത്തെ പടമാണ് ഭാഗമാകുന്നത്. December 5 വേണ്ടി വെയിറ്റിംഗ് ആണ്. താങ്ക് യു. எல்லாருக்கும் வணக்கம். என் பேர் முள்ளையரசி. நான் ராம்நாட்லேருந்து வரேன். மம்முக்கா கம்பெனியில் எனக்கு செகண்ட் ஃபிலிம். கண்ணூர் ஸ்குவாடில் வனஜாவா என்னை பார்த்துருப்பீங்க. ஸோ தேங்க்யூ ஸோ மச் இந்த வாய்ப்பு எனக்கு கொடுத்ததுக்கு. எனக்கு மலையாளம் குறைச்சி அறியும், பட் സംസാരിக்க അറിയില്ല. இதுவும் தப்பு தான் நினைக்கிறேன். அண்ட் தேங்க்யூ ஸோ மச். தேங்க்யூ சார். தேங்க்யூ ஸோ മച്ച്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് കാത്രിൻ മരിയ. മമ്മൂക്ക സാറിൻ്റെ കൂടെ മമ്മൂട്ടി കമ്പനിയുടെ കൂടെ ഇതിൻ്റെ രണ്ടാമത്തെ സിനിമയാണ്. ആദ്യത്തെ സിനിമ കണ്ണൂർ സ്ക്വാഡാണ്. കണ്ണൂർ സ്ക്വാഡിലെ ടിക്കിരി വില്ലേജിൽ നടക്കുന്ന ഫൈറ്റിനകത്ത് മമ്മൂക്കയ്ക്ക് നേരെ ഒരു വാളുമായി ചാടി വരുന്ന ഒരു ഉത്തർപ്രദേശുകാരിയായിട്ടായിരുന്നു എൻ്റെ തുടക്കം. അവിടെ നിന്ന് ഇപ്പോൾ മമ്മൂക്കയുടെ നായികമാരിൽ ഒരാളായി ഇവിടെ നിൽക്കാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ ഞാൻ കാണുന്നു. അപ്പോൾ December 5 കളംകാവൽ ഒരുപാട് പേരുടെ പ്രതീക്ഷയും പ്രാർത്ഥനയുമാണ്. വലിയ വിജയം തന്നെ ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. ഇവിടെയുള്ള എല്ലാവർക്കും ഐ ഗസ് മമ്മൂക്കയായിട്ട് ഒരു സിനിമ 2 സിനിമ അങ്ങനെ എന്തൊക്കെയാണ്. ഐ തിങ്ക് എനിക്ക് മാത്രമേ ഐ ഗസ് 1.5 ഉള്ളൂ. രേഖാ ചിത്രത്തിൽ മമ്മൂക്ക ഒരു ക്യാരക്ടർ വാസ് ഡൺ ബൈ AI. ആൻഡ് ദെൻ ഐ തിങ്ക് ഐ എം ലക്കി ദാറ്റ് എനിക്ക് കലംകാവൽ മമ്മൂക്കയുടെ കൂടെ മാത്രം അഭിനയിക്കാൻ കിട്ടി. താങ്ക് യു സോ മച്ച് ജതിൻ ഫോർ ദിസ്. എൻ്റെ ലൈഫിലത്തെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് അച്ചീവ്മെന്റ് ആയിട്ട് ഞാൻ കാണുന്നു ദാറ്റ് ഐ ഗോട്ട് ടു ഷെയർ മൈ സ്ക്രീൻ വിത്ത് മമ്മൂക്ക. താങ്ക് യു മമ്മൂക്ക. നമസ്കാരം. എൻ്റെ പേര് ബിൻസി. എൻ്റെ മമ്മൂക്കയുടെ കൂടെ ഫസ്റ്റ് ഫിലിമാണ്, മമ്മൂട്ടി കമ്പനിയുടെ കൂടെ ഫസ്റ്റ് ഫിലിമാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് മമ്മൂക്കയുടെ കൂടെ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ പറ്റിയത്. എല്ലാവരോടും താങ്ക് യു. മമ്മൂക്കയോടും മമ്മൂട്ടി കമ്പനിയോടും ജിഷ്ണുവിനോടും ജിതിനോടും പിന്നെ ആഷിഖിനോടും വലിയൊരു നന്ദി അറിയിക്കുന്നു. താങ്ക് യു. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ധന്യ. മമ്മൂക്കയുടെ കൂടെ സെക്കൻഡ് വർക്കാണ് ഞാൻ ചെയ്യുന്നത്. ഇവിടെ വരുമ്പം തൊട്ട് ഭയങ്കര സർപ്രൈസ്ഡ് ആണ് ഈ സ്റ്റെപ്പ്. ഈ ഒരു ഓഡിയൻസും ടീസർ കാണുന്നതും ഈ നമ്മൾ ആദ്യമേ പരസ്പരം കാണുന്നത് നമ്മൾ തമ്മിൽ ഭയങ്കര സർപ്രൈസ്ഡ് ആയിരുന്നു. സോ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യാണ് 5th വേണ്ടി. താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഓരോരുത്തരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ എവ്രിബഡി ഈസ് ലിവിങ് ദർ ഫാൻ ഗേൾ മൊമെന്റ് അല്ലേ. എല്ലാവരുടെയും വാക്കിൽ ആ സന്തോഷവും എക്സൈറ്റ്മെന്റും തന്നെയാണ് അറിയുന്നത്. സോ വാക്കുകളെ കേട്ട സ്ഥിതിക്ക് ഐ തിങ്ക് വി ക്യാൻ ഹാവ് എ ഗ്രൂപ്പ് പിക്ചർ. സോ പ്രോബബ്ലി ടു ചെറിഷ് ഫോർ എ ലൈഫ് ടൈം. മമ്മൂക്ക നമ്മുടെ ആക്ട്രസിന്റെ കൂടെ ഒരു ഗ്രൂപ്പ് പിക്ചർ എടുക്കാനായിട്ട് നമുക്ക് നമ്മളോട് ഇൻവൈറ്റ് ചെയ്യുന്നു.
നമുക്ക് സെന്ററിൽ നിൽക്കണോ? ഐ തിങ്ക് നമുക്ക് സിനിമയുടെ കാസ്റ്റ് ആൻഡ് ക്രൂ മെമ്പേഴ്സിനെ എല്ലാവരെയും ഉൾക്കൊള്ളിച്ച് ഒരു ഗ്രൂപ്പ് പിക്ചർ എടുക്കാം. അതിനുശേഷം മമ്മുക്ക ആൻഡ് ദ ഹീറോയിൻസ് ആ ഒരു എക്സ്ക്ലൂസീവ് പിക്ചറും നമ്മൾ എടുക്കുന്നതായിരിക്കും. സോ നൗ ഇൻവൈറ്റിംഗ് ഓൾ ദി കാസ്റ്റ് ആൻഡ് ക്രൂ മെമ്പേഴ്സ് ഓഫ് കളങ്കാവൽ ടു കൈൻഡ്ലി ജോയിൻ us on സ്റ്റേജ്. എല്ലാവരെയും കളങ്കാവൽ ടീം മെമ്പേഴ്സിന്റെ വേദിയിലേക്ക് ഗ്രൂപ്പ് ഫോട്ടോയുടെ ഭാഗമാകുന്നതിനായിട്ട് സ്വാഗതം ചെയ്യുകയാണ്.